തടിയങ്ക വെച്ച് ഒരു തോരൻ ഉണ്ടാക്കാം. ദേ ഇതാണ് തടിയങ്ക. ഇതിന്റെ പകുതി മുറിച്ച് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുക, നിങ്ങളെ കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടി. ഇതാണ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ദേ ഇത് അരിയോ പോവുകയാണേ. എങ്ങനെ അരിയണം? കടുക് ഇട്ടു, ഒരു പിടി ഉഴുന്ന്, കണ്ടല്ല, ഒരു പിടി ഉഴുന്നും കൂടി ഇടുവാണേ. അതിനൊരു ടേസ്റ്റ് വരാനാ. ഇച്ചിരി കരിയേപ്പില ഇടുവാണേ. കരിയേപ്പില ഇച്ചിരി കരിയേപ്പില ഇടുവാണേ. ഇത് ഇത്തിരി മൂക്കുമ്പോഴത്തേക്കും ഇത് ഇട്ട് കൊടുക്കാം. ഇടുവാണേ. ഇടുവാണേ ഒരു സ്പൂണിക്ക്. ഇതൊന്ന് ചെറിയ തീയിൽ വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇത് വേണം അരപ്പ് തയ്യാറാക്കി. പിന്നെ നമ്മളെ തോരത്തിനുള്ള എന്ന് വെച്ചാൽ തടിയും കായ്ക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇടിമുളകാണേ, ഇത് മഞ്ഞപ്പൊടി, ഇത് വെളുത്തുള്ളി ചതച്ചത്. അരപ്പ് റെഡിയാക്കണം. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ജോലിക്കൊക്കെ പോണില്ലേ, ഞാനും ജോലിയുണ്ട്, എനിക്കും ചെറിയ ജോലിയുണ്ട്. അപ്പം ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കണം. അതാണ് നിങ്ങളെയും കൂടെ പഠിപ്പിക്കണം. അപ്പം നിങ്ങളും ഇതേപോലെ എളുപ്പത്തിൽ ചെയ്യും. കണ്ടോ, തടിയും കായൊക്കെ നല്ല ഗുണമാണ്. നമ്മളെ ശരീരത്തിലെ അഴുക്ക കൊളസ്ട്രോള് നീക്കം ചെയ്യും. നല്ല നല്ല ഗുണമുള്ള കാര്യങ്ങളാണ്. കുടവയറൊക്കെ കുറയാനൊക്കെ ഏറ്റവും നല്ലതാണ്, ബെസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാം അതൊക്കെ ചെയ്യണം കേട്ടോ. ഇത് അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. കണ്ടോ തടിയങ്കായുടെ വെള്ളം കണ്ടോ? കണ്ടോ കാണിച്ചിട്ട് പ്രേക്ഷകർ കണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ആരും തടിയങ്കായന് വെള്ളം ഒഴിക്കല്. കണ്ടോ, ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. അരപ്പ് ഇടുവാണേ. വെന്തിട്ടുണ്ടേ. അരപ്പ് തയ്യാറാക്കിയത് കണ്ടല്ലോ. കണ്ട ഇടുവാണേ. ജോലി ഉള്ളവർക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത്. എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോ നിങ്ങൾ തട്ടിക്കളയല്ലേ കേട്ടോ. എളുപ്പത്തിൽ പഠിക്കാനുള്ള ഹോസ്റ്റലിൽ നിൽക്കണവർക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാം കേട്ടോ. എന്താ കണ്ടോ, ഈ അരപ്പ് ഒരു 5 മിനിറ്റ് കൂടെ ഈ അരപ്പ് ഒന്ന് വേവാൻ ഒന്ന് കുറച്ച് തരാം. ഒരു 5 മിനിറ്റ് ഇരുന്നോട്ടെ. ഏറ്റവും ഗുണകരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, അഴുക്ക കൊളസ്ട്രോളെ നീക്കം ചെയ്യും. വയറ് ഒരുപാട് ഓവർ തടിയുള്ളവരെയൊക്കെ തടിയൊക്കെ കുറയ്ക്കും. ഒരുപാട് ഡയബറ്റീസ് ഉള്ളവർക്ക് നല്ലതാണ്. നിങ്ങളെല്ലാവരും ജ്യൂസ് അടിച്ച് കുടിക്കാം. ഇതിന് ഇച്ചിരി നാരങ്ങയും വെച്ച് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. ഇതേപോലെ ഓരോ കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെ തോരൻ ഉണ്ടാക്കാം, കിച്ചടി ഉണ്ടാക്കാം, നമ്മൾ അവിയൽ ചേർക്കാം, ഇത് തീയലുണ്ടാക്കാം. ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതൊക്കെ കാണിക്കണതായിരിക്കും. അപ്പോൾ ശരി, തോരനായിട്ടുണ്ട്. ഓക്കെ, ബൈ.